മറ്റാരുണ്ട് LDF അല്ലാതെ? സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതേസമയം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും വിവിധയിടങ്ങളിൽ ചൂടും തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുന്നുണ്ട്. സാന്ത്വന സാജുവാണ് ചേരുന്നത്. സാന്ത്വന, ചൂടിനൊരു ശമനമില്ല, പക്ഷെ ആശ്വാസമായി ഇടയ്ക്കിടെ വേനൽ മഴ പെയ്യുന്നുമുണ്ട്. എന്താണ് നിലവിലെ ഒരു കാലാവസ്ഥ? അത് തന്നെയാണ് വിനിത. ചൂടിന് ഒട്ടും തന്നെ ശമനമില്ല. നേരത്തെ പകൽ മാത്രമാണ് ചൂടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ രാത്രി കൂടി വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ആശ്വാസമായി ഇടയ്ക്കെങ്കിലും ഒരു മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ്. വരുന്ന 4 ദിവസത്തേക്ക് കൂടി സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്ന് നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. നാളെയും ഇതേ 4 ജില്ലകളിൽ തന്നെയാണ് അലേർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ കാര്യമൊക്കെ നമുക്കറിയാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലകളിലൊന്നാണ് പാലക്കാട്. അപ്പോൾ പാലക്കാടൊക്കെയും ഇത്തരത്തിൽ ശക്തമായൊരു വേനൽ മഴ ലഭിക്കുന്നത് സ്വാഭാവികമായും നിലവിൽ അനുഭവപ്പെടുന്ന ചൂട് ഒന്ന് കുറയാൻ വളരെ ആശ്വാസകരമായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ചൂട് മാത്രമല്ല, പലയിടങ്ങളിലും UV ഇൻഡെക്സും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. പൊതുവെ ഈ വേനൽ മഴയൊക്കെ ലഭിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലും രാത്രിയിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനുകൂടി ഒരു മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് വിനിത ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സാന്ത്വന സജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.